അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം ചെയ്യും. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സുപ്രധാന തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. പൗരത്വ നിയമത്തിന്റെ ഭേദഗതിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. അത് രാജ്യസഭയിൽ വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ തന്നെ അത് പാസ്സാവും. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. കേന്ദ്ര നിയമമാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. ഒരു നിയമം പാർലമെന്റ് പാസാക്കിയ ആപ്ലിക്കബിൾ ആണ്. പിന്നെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്? ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ല. അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? ഇത് കേരളമാണ്. മതനിരപേക്ഷതയുടെ കോട്ടയാണ്. മതനിരപേക്ഷതയുടെ കോട്ട ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാവില്ല. നമുക്ക് ഒന്നായി നീങ്ങാം. ഒന്നായി നീങ്ങുമ്പോ ഒരു കൂട്ടരെ മാത്രമേ നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ. അത് വർഗീയ ശക്തികളും തീവ്രവാദ ചിന്താഗതിക്കാരുമാണ്. ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. ഹിന്ദുവല്ല, ക്രിസ്ത്യനല്ല, ഇസ്ലാമിൻ മക്കളല്ല, ഇന്ത്യയെന്നൊരമ്മ പെറ്റ മക്കളല്ല.